ഹലോ എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് മേക്കിംഗ് വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻ്റ് ചെയ്യുന്നത് വരെ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ A3 സ്റ്റിക്കർ പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഓരോ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്ത് ചോക്ലേറ്റ് റാപ്പ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കിത് മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പം ഓരോന്നോരോന്നായിട്ട് നീറ്റിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബർത്ത്ഡേക്ക് മാത്രമല്ല, ഇതിൽ നമുക്ക് കപ്പിൾസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഗിഫ്റ്റായിട്ട് വേണ്ടി കൊടുക്കാൻ പറ്റും. വലിയ വലിയ ചോക്ലേറ്റൊക്കെ വെച്ചിട്ടും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ചോക്ലേറ്റിനനുസരിച്ചിട്ട് സൈസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കളറും ഫോട്ടോസും ഒക്കെ തീമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ 10 രൂപേൻ്റെ കിറ്റ്കാറ്റിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 10x10 സൈസ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോ ഭയങ്കര ലെങ്ത് ആവും, പിന്നെ വെറുതെ ബോറടിക്കുകയും ചെയ്യുമല്ലോ. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല സ്റ്റിക്കർ പ്രിൻ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും സ്റ്റിക്കേഴ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ചോക്ലേറ്റ് ആയിട്ട് ഇതിൽ റാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ 3 പിക്ചേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ 3ലും ആദ്യം നമുക്ക് റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുഴുവൻ ചോക്ലേറ്റ്സിലും റാപ്പ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ 3 എണ്ണത്തിൽ ചെയ്യുന്നത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഒരു ബോക്സ് കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് റാപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റിക്കർ ഒന്ന് ജസ്റ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് പറിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിക്കറിൻ്റെ ബാക്കിൽ വരുന്ന പേപ്പർ നമ്മൾ സൈഡിൽ നിന്ന് മാത്രം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നടുവിലൊരു പോർഷൻ അവിടെ ബാക്കി വെക്കണം. അതും നമുക്ക് വേണമെങ്കിൽ പറിച്ച് കളയാം, പക്ഷേ അത് പറിക്കാതെയാണ് കുറച്ചുകൂടി നീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. അത് പറിക്കുമ്പോൾ കുറച്ച് നീറ്റ്നെസ് കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ നടുവിലൊരു പോർഷൻ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് വെക്കുമ്പോൾ എപ്പോഴും ഫേസിൻ്റെ ഭാഗം ഫ്രണ്ടിൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് സ്റ്റിക്കർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കോളും. അപ്പം നമ്മൾ നടുവിലൊരു പോർഷൻ അവിടെ വെച്ചതുകൊണ്ട് നടുഭാഗം ഒട്ടില്ല, സൈഡ് ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് 2 സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, നീറ്റിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടാനും പിന്നെ ഒട്ടുമ്പോൾ ജസ്റ്റ് ചുളിവെല്ലാം വരാനെല്ലാം ചാൻസ് കൂടുതലാണ്. അപ്പം ശ്രദ്ധിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നീറ്റിൽ കിട്ടിക്കോളും, അത്ര പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിഗ്സാഗ് മാനറിലുള്ള ഒരു കത്രികയാണ് എടുക്കുന്നത്. അത് പഴയത് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇത് സ്റ്റിക്കറാണല്ലോ, സ്റ്റിക്കറിൽ പശ ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ പഴയ കത്രിക വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടില്ല. പിന്നെ ഞാനിത് നോർമൽ കത്രിക വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു പാറ്റേണിലുള്ള കത്രികയും കൂടിയുണ്ട്, അത് വെച്ച് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് പാറ്റേണിൽ ഒരുപാട് സിസേഴ്സ് വരുന്നുണ്ടല്ലോ, അപ്പം നമ്മുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക.
അത് വേറൊരു പാറ്റേൺ ആയിപ്പോയതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല, കാണാൻ ഭംഗിയും ഉണ്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കത്രിക കുറച്ച് നല്ല പുതിയ നല്ല ഷാർപ്നെസ്സുള്ള കത്രികയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെയല്ല അതുണ്ടാവാൻ, നല്ല നീറ്റിൽ കിട്ടും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഒരു ചോക്ലേറ്റി എഫക്റ്റ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ്സും കൂടി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ നോർമൽ കത്രിക വെച്ചിട്ട് എങ്ങനെ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും എന്നും കൂടി നോക്കാം. കിറ്റ്കാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ വേറൊരു കവറിങ് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വേണമെങ്കിലും പാക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ജസ്റ്റ് നീറ്റിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സൈഡ് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ നോർമൽ കത്രിക വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് സിഗ്സാഗ് മാനറിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ചോക്ലേറ്റ്സ് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അതല്ലാതെ ഒന്നോ രണ്ടോ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ അയാളുടെ സ്പെഷ്യൽ ഡേക്ക് അയാളെ ഫോട്ടോ വെച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കത്രിക കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സിഗ്സാഗ് കത്രികയും നോർമൽ കത്രികയും യൂസ് ചെയ്ത് കട്ട് ചെയ്തതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ നമ്മൾ 3 ഫോട്ടോ യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ 3 എണ്ണവും കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തതും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ബാക്കി മുഴുവനായിട്ടും ചോക്ലേറ്റ് റാപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല.
അങ്ങനെ നമ്മൾ 3 ഫോട്ടോസ് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ്സും കൂടി ഇതേപോലെ മുഴുവനായിട്ടും റാപ്പ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു റിവ്യൂ പോലെ ഒന്നും കൂടിയും കട്ട് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു പാറ്റേണിലുള്ള കത്രിക വെച്ച് കട്ട് ചെയ്യുന്നതും കൂടി കാണാം. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള കത്രികയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഷാർപ്നെസ് ഉണ്ട്. ഇതും ഞാൻ നേരത്തെ കാണിച്ച സിഗ്സാഗ് പാറ്റേണിലുള്ള കത്രികയെല്ലാം ഒരു ലോക്കലായിട്ട് വരുന്നതാണ്. നോർമലായിട്ട് ഭയങ്കര ക്വാളിറ്റിയിൽ വരുന്നതല്ല, ചെറിയ റേറ്റിന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില ടൈമിൽ നമുക്ക് സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത് ഗമ്മ് ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഇത് വെച്ച് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നുമില്ല. ഫൈനലി നമ്മൾ ചോക്ലേറ്റ്സ് മൊത്തത്തിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അപ്പം അതുവരേക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.